ഈ നാരായണ നാരായണ നാരായണായ നമോ തത്താതീത വാസുദേവ നാരായണ നാരായണായ നമോ തത്താതീത. വടക്കിന് ഇത് പൂരക്കാലമാണ്. കാമന ഉണ്ടാക്കിയും പൂരക്കളി കളിച്ചും ഒക്കെ നമ്മൾ ആഘോഷിക്കുകയാണ്. തെക്കോട്ട് പോകുന്ന സമയത്ത് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടും ആനയും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ വടക്കോട്ട് വരുമ്പോൾ ഒരു സ്ത്രൈണ സ്വഭാവം ഉള്ളതാണ് പൂരം. പക്ഷെ പൂരക്കളി ആണിന് കുത്തകയാണ് അല്ലെ. കുറച്ച് മെയ്യഭ്യാസവും ഒക്കെ വേണ്ടുന്നത് കൊണ്ട് ആണിന്റെ സ്വന്തമാണ്. പൂരക്കളിയുടെ ഉൽപ്പത്തി കഥയിൽ അത് പെണ്ണുങ്ങൾ കളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പൊ 40 വർഷമായി പൂരക്കളി പഠിപ്പിക്കുന്ന സി നാരായണേട്ടനാണ് എനിക്കൊപ്പം ഉള്ളത്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ നാരായണേട്ടൻ പറഞ്ഞു തുടങ്ങിക്കോ. 40 വർഷമായി ക്ഷേത്രങ്ങളിലും അതുപോലെ യുവജനോത്സവം പിന്നെ കലോത്സവം ഒക്കെ ആയപ്പോ കുട്ടികൾക്കും പൂരക്കളി പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ഇത്രയും കാലത്തെ ഒരു അനുഭവങ്ങൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുക? ഞാൻ ഈ പൂരക്കളി ചെറുപ്പത്തിൽ പരിശീലിച്ചത് ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അപ്പുകുട്ടൻ മണിക്കർ പരിശീലിക്കുമ്പോഴാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ പരിശീലിച്ചത്. പിന്നീടത് വളരെ ശാസ്ത്രീയമായിട്ട് കൊടക്കാട് പിരാക്ക കണ്ണൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ 3-4 കൊല്ലം കൊടക്കാട്ട് പോയിട്ട് ഗുരുക്കളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പൂരക്കളി ഞാൻ വശത്താക്കിയത്. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് വാണിയല്ലം ശ്രീ സോമേശ്വരി ക്ഷേത്ര പൂരക്കളി സംഘത്തെ പരിശീലിപ്പിച്ചിട്ടാണ് എൻ്റെ അരങ്ങേറ്റം. ആ കാലം തൊട്ട് ഈ കാലം വരെ പല ക്ഷേത്രങ്ങളിലും ഞാൻ പൂരക്കളി പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ 987 തോന്നുന്നു ഒരു കാസർഗോഡ് സംസ്ഥാന കലോത്സവത്തിൽ ഈ പൂരക്കളി അവതരിപ്പിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഞാൻ 5 കൊല്ലം കണ്ണൂരിനെ പ്രതിനിധീകരിച്ചിട്ട് കരൂടൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതേപോലെ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് ഉദനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയാണ് പരിശീലിപ്പിച്ച് വന്നത്. ഈ 5 കൊല്ലം ഈ കുട്ടികൾക്ക് ഒരു ആനുകൂല്യവും അന്ന് കിട്ടിയില്ല. അങ്ങനെ ഈ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാനും TP കണ്ടക്കോരൻ എന്ന് പറയുന്ന കരൂർ ഹൈസ്കൂളിലത്തെ ഒരു ജീവനക്കാരനും കൂടി പിന്നെ സഖാവ് EK നായനാർ മുഖ്യമന്ത്രിനെ കണ്ട് നമ്മുടെ സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ ഈ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഈ കുട്ടികൾ പരിശീലിച്ചിട്ടാകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അങ്ങനെ അന്ന് നായനാർ പറഞ്ഞാന്ന് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് തെക്കൻ ജില്ലയിലേക്ക് കൊണ്ട് വ്യാപിപ്പിക്കാൻ നോക്ക്. അങ്ങനെയാണ് ഞാൻ വടകര മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യത്തെ കൊല്ലം തന്നെ ഞാൻ പരിശീലിപ്പിക്കാൻ പോയി. ആ ആദ്യത്തെ കൊല്ലം തൊടുപുഴ വെച്ചിട്ട് നടന്ന കലോത്സവത്തിൽ അവർക്ക് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കിട്ടി. അത് ആർന്ന് പിന്നെ 28 വർഷമായി ഇപ്പം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ഉദനൂരും പിന്നെ ഉദനൂരത്തെ കുട്ടികളെ ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്നു. അതെ, നമുക്കിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സ്ഥലം പോലും ഈ ഉയ്യൂര് നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ട് അത്രത്തോളം അല്ലെ അടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം പൂര ഉത്സവത്തിന് നമ്മൾ കാമന ഉണ്ടാക്കുന്നത് ചെമ്പകപ്പൂ കൊണ്ടാണ്. ഒരുപാട് ചെമ്പകമരം, അതുപോലെ നമ്മൾ നരയമ്പൂ കട്ടപ്പൂ എന്നൊക്കെ പറയുന്നത് പച്ച നിറത്തിലുള്ള പൂവ് അധികം നമ്മൾ കണ്ടിട്ടില്ല പ്രകൃതിയിൽ, പ്രത്യേകിച്ച് പല പ്രകൃതി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൂക്കൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ശരിക്കും ഒരു കൂടാരം തന്നെ, അതിന് താഴെ അതിന്റെ തണുപ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പ്രകൃതി പോലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോ ഈ പൂരോത്സവ കാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പൊ പൂരക്കളി പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും അതുപോലെ ക്ഷേത്രങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്ത ഈ ഒരാഴ്ച മുമ്പേ മുഴക്കം ചെക്കിപ്പാറ ഭഗവതി ക്ഷേത്രത്തില് പൂരക്കളി സംഘത്തിനെ പരിശീലിപ്പിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ക്ഷേത്രമായ ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പിന്നെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 40 വർഷം എന്ന് പറയുമ്പോൾ അത്രയും ശിഷ്യഗണങ്ങൾ ഉണ്ടാവുമല്ലോ, അവരിപ്പോ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇടയ്ക്ക് ഗുരുവിനെ കാണാൻ വരുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആ സൗഹൃദം വളരെ ഇതായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മളെ ഈ പൂരക്കളിയിൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആകെ സമ്പാദ്യം ഇപ്പൊ ഈ പറഞ്ഞ ശിഷ്യഗണങ്ങളെ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു ശിഷ്യഗണങ്ങൾ. അതെ 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 അവരെ ഒരു സ്നേഹവും ബഹുമാനവും അതെല്ലാം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള സമ്പാദ്യം, ഏറ്റവും വലിയ അവാർഡ്. അത് കൂടാതെ എന്തൊക്കെ അവാർഡുകളാണ് തേടിയെത്തിയിട്ടുള്ളത്? അവാർഡ് പറഞ്ഞാൽ ഞാൻ ഈ അവാർഡിലൊന്നും അങ്ങനെ വലിയൊരു ഇതാക്കുന്ന ഒരാളല്ല. ഈ പൂരക്കളി കലാ അക്കാദമി രൂപീകരിച്ച സമയത്ത് കണ്ടോത്തിൽ ഒരു രാകേഷ് പറഞ്ഞ ഒരു കണ്ടോത്ത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ രാകേഷ് ആയിരുന്നു അതിലത്തെ ഒരു മെമ്പർ. അപ്പൊ എന്നോട് പറഞ്ഞു പ്രഥമ അവാർഡ് ഗുരുക്കന് തരണം, അതുകൊണ്ട് നിങ്ങൾ
പിന്നെ അതിന് അപേക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അത് എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷത്തെ ഒരു അനുഭവ സമ്പത്തുണ്ട്, ശിഷ്യഗണങ്ങളിലുണ്ട്. അപ്പൊ അതിന് തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത് സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും അതാണ്. കാരണം വെച്ചാല് മനുഷ്യനല്ലേ, എപ്പ അത് എഴുതി മൺമറിഞ്ഞ് പോകുന്നതല്ലേ. ഇത് ഒരുപാട് കാലം നിലനിൽക്കുമല്ലോ വിചാരിച്ചിട്ട് ഒരു ഇതാണ് തീരുമാനമാണ്. ഇങ്ങനൊരു തീരുമാനം. അതെ. ജീവിച്ചിരുന്നു. ശ്രീനാരായണൻ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. അത് പിന്നെ എപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടാവണം, കാണണം എന്നുള്ള ഇതുണ്ട് മാത്രം. തീർച്ചയായും വലിയ സന്തോഷമാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് വേറെ ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു വേറെ? ഞാൻ മരിക്കുന്ന വരെ ഈ ഒരു പിന്നെ നേരത്തെ ഞാൻ ഈ ഇത് പറയുന്ന സമയത്ത് ആദ്യം ഈടുന്ന് പറഞ്ഞു വെച്ചാൽ ഈ പെണ്ണുങ്ങൾ പണ്ട് അങ്ങനെ ഒരു മിത്ത് ഉണ്ടായിന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ആണുങ്ങൾക്ക് രൗദ്രവും പെണ്ണുങ്ങൾക്ക് ലാസ്യമാണ്. അപ്പൊ ഈ പൂരക്കളിയുടെ ഒരു ഇത് പറഞ്ഞാല് അംഗചലനം അവയവങ്ങൾ ചലിക്കുന്നത് മറ്റുള്ള ആസ്വാദകന്മാർക്ക് കാണുന്നതാണ്. നമ്മളെ ഗുരുക്കന്മാരെല്ലാം അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ കളിക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു സംഭവം ആവൂല. അത് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന പാട്ട്, സിനിമാ പാട്ടും മറ്റേ ഇങ്ങനെയുള്ള പാട്ടുകള് വന്ന് പോന്നെ, അത് അതിന് അത്ര ആയുസ് ഉണ്ടാവില്ല. അത് അത്ര ആയുസ് അതിനും ഇല്ലു. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഏത് കലക്കും ഒരു കല പൂർത്തിയാവണമെങ്കിൽ അതിന്റെ വേഷവിധാനം അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പൂരക്കളിയെ സംബന്ധിച്ചിട്ട് ചല്ലണം ചൊറയും ഉറുമാലും അതാ അതിന്റെ വേഷം. അപ്പൊ അത് ഒരിക്കലും ഈ പെൺകുട്ടികൾക്ക് അത് ആ വേഷം ധരിക്കാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ 100% വിയോജിപ്പുണ്ട്. ആദ്യം പക്ഷെ ഈ മിത്ത് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ ഈ നമ്മള് കാമദഹന കഥയാണ് ഉൽപ്പത്തി എന്ന് പറയുന്നത്. ആ സമയത്ത് കാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാനെ പൂക്കളർപ്പിച്ച് കളിച്ചായിരുന്നു അറിയാ, ആകാശത്ത് കളിച്ചത്. ഇപ്പോഴുള്ള ആകാശത്താ കളിക്കുന്നത് അല്ലല്ല. അതല്ല, അതാ പറയുന്നത്. അങ്ങനത്തെ സംഭവം. പക്ഷെ അത് നമ്മളൊരു പണ്ട് ഞാനത് എന്റെ ഗുരുനാഥനായിട്ടുള്ള മാധവ മണികൃഷ്ണനോട് ഞാൻ ഒരു തർക്കിച്ച വിഷയമായത്. അന്നേരം പണിക്കശൻ വേണ്ട, അങ്ങനെ ഒരു മിത്തില്ലേ. ആ മിത്ത് നമുക്ക് വേണ്ടുന്ന മിത്തിനെ മാത്രം അംഗീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ഞാൻ എപ്പോഴും എതിർക്കും. മിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം മിത്താണ്. ഗണപതി മിത്താണ്, പരമശിവൻ മിത്താണ്, കാമദേവൻ മിത്താണ്. ഇതൊന്നും ആരും നമ്മ കണ്ടിട്ടില്ല. ഇത് മിത്ത് മാത്രമാണ്. പക്ഷെ ആ മിത്തിനൊന്നും ഇവരെ അംഗീകരിക്കൂല. അതിലാണ് ഞാൻ ഇവരും തമ്മിലൊരു വിയോജിപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിക്കുമ്പോ നാരായണൻ അങ്ങനെ അത്രയും ഒരു ഇതായിട്ട് പറയുന്നത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് സംഭവം. കാലക്രമത്തിൽ അത് പുരുഷന്മാരിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അപ്പോഴായിരിക്കും ഈ വേഷവിധാനമൊക്കെ മാറി, പാട്ട് മാറി, പൂരമാല മാറി, ഒന്നാം നിറം രണ്ടാം നിറം ഒക്കെ മാറി വന്നു. അപ്പോ വലിയ സന്തോഷം നാരായണൻ. ഇനി നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഇല്ല, എനിക്ക് ഇത്രയും സന്തോഷമാണ്. ഇത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായ തന്നെ സന്തോഷമാണ്. മറ്റ് പിന്നെ ഞാൻ പഠിപ്പിച്ച ക്ഷേത്രങ്ങളിലും പിന്നെ വലിയ പേര് എടുത്ത ക്ഷേത്രങ്ങളാണ്. ഇപ്പം കണ്ടോത്ത് കൂറുമ്പാ ഭഗവതി ക്ഷേത്രം, തലേനേരി പൂമാല ഭഗവതി ക്ഷേത്രം, കുറിഞ്ഞി ക്ഷേത്രം, അതേപോലെ കൊടുമൽ മാക്കിലും മുണ്ടിയ, വാണേല് സോമേശ്വരി ക്ഷേത്രം, മടപ്പള്ളി തെരുവ് മടപ്പള്ളി ക്ഷേത്രം, ഇങ്ങനെ രാമവല്യം, കുറുവാപ്പള്ളി, ഒളവറ മുണ്ടിയ, തവിടിശ്ശേരി, ഇങ്ങനെ തടിയങ്കുല് മുണ്ടിയ, അങ്ങനെ ഞാൻ പഠിപ്പിച്ച ചന്തേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രം, ഞാൻ പഠിപ്പിച്ച ക്ഷേത്രങ്ങൾ എനക്കെന്നെ ഓർമ്മയില്ല ഇപ്പൊ. അത്രയും ക്ഷേത്രങ്ങൾ പഠിപ്പിച്ചു. ഇത്രയും കാലമായി. പക്ഷെ എനക്കെന്തോ നമ്മളൊരു ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ എനക്കൊരു ഈ ക്ഷേത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് എനക്കൊരു തട്ട് കേടും. അത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു മനസ്സിന്റെ, നമ്മളാരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സാമ്പത്തിക ലാഭത്തിനൊന്നും വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ഒരു പ്രാർത്ഥന പോലെ നമ്മളെ ഗുരുക്കന്മാരെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ഏറ്റവും എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ മീഡിയയുടെ മുമ്പിൽ എനിക്ക് എന്റെ ഗുരുക്കന്മാരെ പേര് പറയാൻ പറ്റിയതാണ്. മൺമറിഞ്ഞു പോയവർ രണ്ടാളും അവരെ പേര് പറയാൻ പറ്റിയതാണ്.
ആ ഒരു സന്തോഷം അത്ര അതന്നെ ഇതിന്റെ സമ്പാദ്യം. അതെ അതെ അതെ. അപ്പോ നാരായണന്റെ അടുത്തിരുന്ന് ഇത്ര അടുത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കാലത്തെ ഒരു യാത്രയുണ്ടല്ലോ പൂരക്കളിക്കൊപ്പം അത് കേൾക്കാൻ കഴിഞ്ഞതില് വലിയ സന്തോഷം. ഇനിയും കാണണം. ആയിക്കോട്ടെ, നന്ദി. നമസ്കാരം.